ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 എല്ലാം കൊണ്ടൊരു വ്യത്യസ്തത നിറഞ്ഞ സീസണാക്കി മാറ്റിയാണ് മേക്കേഴ്സ്. സാധാരണ പണപ്പെട്ടിയാണ് ഈ മണി ബോക്സ് എന്ന് പറയുന്ന സെഗ്മെൻ്റായിട്ട് വരാറുള്ളത്. പക്ഷേ ഇവിടെ പണപ്പെരുമഴയായിട്ടാണ് പെയ്യുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇന്ന് ഗാർഡൻ ഏരിയയിൽ വെച്ച് ഒരു പേപ്പർ ബ്ലാസ്റ്റിൻ്റെ രൂപത്തിനകത്ത് ആ ബ്ലാസ്റ്റിൻ്റെ ഒപ്പം കുറേ അധികം പൈസകളും ചെക്കുകളും വന്ന് വീഴുന്നുണ്ട്. ഇതിനകത്ത് ഒരു ചെക്ക് 50,000 രൂപയുടെ ഒരു ചെക്ക് നിവിന് കിട്ടുന്നുണ്ട്. നിവിൻ ശരിക്കും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അർഹനല്ലാത്തൊരു വ്യക്തിയാണ്. പണിഷ്മെൻറ്റ് കിട്ടിയൊരു വ്യക്തിയല്ലേ. അങ്ങനെ ഇരിക്കെ നിവിൻ ഈ ഒരു ചെക്ക് എടുത്ത് ഒളിപ്പിച്ച് വെക്കാൻ നോക്കുന്നു. അത് നൂറയും ആദിലയും കാണുന്നുണ്ട്. ലാസ്റ്റ് അവർ ചോദിച്ചിട്ട് തുറന്നു നോക്കുമ്പോൾ അത് 50,000 രൂപയുടെ ചെക്കാണ്. ഇത് ബിഗ് ബോസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിവിനത് കളിക്കാനുള്ള അർഹതയില്ല. ആ സമയത്ത് തിരിച്ചു തരാൻ വേണ്ടി അതിലേ നൂറെ പറയുമ്പോൾ എനിക്കിഷ്ടമുള്ള ഒരാൾക്ക് ഞാനിത് കൊടുക്കും എന്നാണ് നിവിൻ പറയുന്നത്. ഈ സമയം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇത് എത്ര രൂപയുടെ ചെക്കാണ്, ഇത് ആർക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് നിവിൻ ഒരാൾക്ക് കൊടുക്കണം. മിക്കവാറും ആസ് യൂഷ്വൽ അത് അക്ബറിന് തന്നെ പോകാനായിട്ടുള്ള ചാൻസ് ആണ് കൂടുതൽ. പക്ഷേ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സാധാരണ എല്ലാ സീസണിനകത്തും ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ മണി ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മണി ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറിംഗാണ്. ആ ഒരു സംഭവത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ, പുതുമയാർന്ന രീതിയിലാണ് ഈ പ്രാവശ്യം BB7 നമുക്ക് മുന്നിലോട്ട് എത്തിക്കുന്നത്. നമുക്ക് നോക്കാമല്ലേ ഇത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പൈസ കിട്ടി ഇവിടെ നിന്നും പൈസ സമ്പാദിച്ച് പുറത്തോട്ട് പോകുന്നത് നമുക്ക് നോക്കാം. ഇവരെല്ലാവരും ഭയങ്കര പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആയിരുന്നല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ ആ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങിനും എല്ലാം വിപരീതമായിട്ടാണ് ബിഗ് ബോസ് ഇന്ന് ഈ ഒരു ഗെയിം കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ.